ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമ്മന്റെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 13-ാം അധ്യായം 25-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ ടി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സർ. സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദൈവായനോ വിരഹവാദരയാജുഹാവ ത്രേതി തന്മയതയാതരവോഗ്നേദുസ്തം സർവഭൂതഹൃദയം മന്ത്രിയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായ നാമം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 13-ാം അധ്യായത്തിലെ 25 മുതലാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. 25-ാമത്തെ ശ്ലോകം ഒന്നുകൂടി നമുക്ക് എടുക്കാം. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്തം സദ്വിജോത്തമൻ സുഗർജിതേന കകുപപ്രതിഫനയതാ വിഭൂ. ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിഹി താം സദ്വിജോത്തമൻ. അവിടെയുള്ള ബ്രാഹ്മണരെയും സന്തോഷിപ്പിച്ചു. സ്വഗർജിതേന സ്വന്തം ഗർജിതം കൊണ്ട് കകുഭ ദിക്കുകളിലേക്ക് പോലും പ്രതിഫനയതാ വിഭൂ. തന്റെ ഗർജനം 4 ദിക്കിൽ മാത്രമല്ല, മറ്റ് 4 ദിക്കുകളിൽ കൂടി അതിന്റെ പ്രതിധ്വനി കൊണ്ട് കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഗംഭീരമായ ശബ്ദത്തോടെ ഗർജിച്ചിട്ട് ബ്രഹ്മാവിനെയും മരീചാദികളായ ബ്രാഹ്മണ ഋഷിമാരെയും സന്തോഷിപ്പിച്ചു ഭഗവാൻ. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്തം സദ്വിജോത്തമാൻ സ്വഗർജിതേന കകുപപ്രതിഫനയതാ വിഭൂ. ഹരിഹി വിഭുഃ കകുപഃ പ്രതിഫനയതാ സ്വഗർജിതേന ബ്രഹ്മാണം താൻ ദ്വിജോത്തമാൻ ഹർഷയാമാസ. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്തം സദ്വിജോത്തമാൻ സ്വഗർജിതേന കകുപപ്രതിഫനയതാ വിഭൂ. നിശമ്യതേ ഖർഖരിതം സുഖേദ ക്ഷയിഷ്ണുമായാമയഫൂകരഫ്യാം ജനസ്തപസ്സത്യനിവാസിനസ്തേദർഭി പവിത്രേർമനയോ ഗൃഹൻ സ്മാം. നിശമ്യ കേട്ടിട്ട് തേ അവർ ഖർഖരിതം മുമ്പ് കേട്ട ഗർജിതം. ഫൂകരത്തിന്റെ ഗർജനം ഖർ 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 എന്ന ശബ്ദമാണ്. കൊണ്ടാണ് ഖരിതം എന്ന ശബ്ദത്തിന് പേര് കൊടുത്തത്. അത് സ്വഖേദക്ഷയിഷ്ണു തങ്ങളുടെ ദുഃഖത്തെ നശിപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ശബ്ദമാണ് എന്നവർക്ക് മനസ്സിലായി. സ്വഖേദത്തെ ജയിഷ്ണു ജയിക്കാൻ ആഗ്രഹിക്കുന്ന മായാമയ ഫൂകരഫ്യ മായാമയനായ ഫൂകരത്തിൻ്റെതാണ്. ഇത് ഫൂകര അല്ല, ഇത് ഭഗവാൻ ഹരി തന്നെയാണ്. പക്ഷെങ്കിൽ മായ കൊണ്ട് ഫൂകരത്തിന് വേഷം സ്വീകരിച്ചതാണ്. അപ്പോൾ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന ഘർഘര ശബ്ദം വാസ്തവത്തിൽ ഒരു പന്നിയുടെ ശബ്ദം പോലെയാണെന്ന് തോന്നിക്കുമെങ്കിലും ആ ശബ്ദം മനുഷ്യജീവിതത്തിലെ സംസാര ദുഃഖത്തെ മുഴുവൻ ഇല്ലാതാക്കി കളയുന്നതാണ്, അതിന് പര്യാപ്തമാണ് എന്ന് ഈ ഋഷീശ്വരന്മാർ തിരിച്ചറിഞ്ഞു. ജനസ്തപസത്യനിവാസിനസ്തേം ജനങ്ങൾ തപോലോകത്തിലും സത്യലോകത്തിലും നിവസിക്കുന്നവരായ ആ ജനങ്ങൾ ത്രിഭിഹി പവിത്രൈഹി മുനയോ അഗർണൻ സ്മ. ത്രിഭിഹി 3 എണ്ണങ്ങളാൽ, ത്രിഭിഹി 3 വേദങ്ങളാൽ നടത്താം. ഋഗ്യജുസാമങ്ങളായ വേദങ്ങളാൽ, പവിത്രൈഹി പവിത്രങ്ങളായ 3 വേദങ്ങളാൽ, മുനേഹ മുനിമാർ അഗൃഹണൻ സ്തുതിച്ചു എന്നർത്ഥം. അഗൃഹണൻ സ്തുതിച്ചു.
ഗൃഹ്ണൻ സ്മ സ്തുതിക്കുകയും ചെയ്തു. അപ്പൊ ആ ഭൂകരത്തിൽ നിന്ന് പുറപ്പെട്ട ഖർഗര ശബ്ദം സ്വന്തം ദുഃഖത്തെ ഇല്ലാതാക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ മഹർഷിമാരെ, തപോലോകത്തിലും സത്യലോകത്തിലുമുള്ള മഹർഷിമാരെ 3 വേദങ്ങളെ കൊണ്ട് ആ പരമാത്മ സ്വരൂപനായ ഭഗവാനെ സ്തുതിച്ചു എന്നർത്ഥം. നിശമ്യതേ ഖരിതം സുഖേദക്ഷയിഷ്ണു മായാമയഫൂകരഫ്യാം ജനസ്തപസത്യനിവാസിനസ്തേതൃഭിപവിത്രേ മുനയോ ഗൃഹ്മാം. മായാമയഫൂകരഫ്യാം സ്വഖേദക്ഷയിഷ്ണു ഖരിതം തേ നിശമ്യ ജനസ്തപ സത്യനിവാസിനഃ തേ മുനയഃ പവിത്രൈഃ ത്രിഭിഃ അഗൃഹ്ണന്സ്മ. നിശമ്യതേ ഖരിതം സ്വഖേദക്ഷയിഷ്ണു മായാമയഫൂകരഫ്യാം ജനസ്തപഃ സത്യനിവാസിനസ്തേ ത്രിഭിഃ പവിത്രൈർ മുനയോ ഗൃഹ്ണന്സ്മ. നിശമ്യതേ ഖരിതം സ്വഖേദക്ഷയിഷ്ണു മായാമയഫൂകരഫ്യാ ജനസ്തപഃ സത്യനിവാസിനസ്തേ ത്രിഭിഃ പവിത്രൈർ മുനയോ ഗൃഹ്ണന്സ്മ. നിശമ്യതേ ഖരിതം സ്വഖേദക്ഷയിഷ്ണു മായാമയഫൂകരഫ്യാ ജനസ്തപഃ സത്യനിവാസിനസ്തേ ത്രിഭിഃ പവിത്രൈർ മുനയോ ഗൃഹ്ണന്സ്മ. തേഷാം സദാം വേദവിധാനമൂർത്തബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയാ ജഗജേന്ദ്രലീലോ ജലമാവിവേശാം. തേഷാം അവരുടെ, ആ ഫത്തുക്കളുടെ, ആ മഹർഷിമാരുടെ, പതാം വേദവിധാനമൂർത്തി, ഫത്തുക്കളായ അവരുടെ വേദവിധാനമൂർത്തിയായ, വേദം കൊണ്ട് വിസ്തരിക്കുന്ന കർമ്മസ്വരൂപൻ. വിധാനം വിസ്തരിക്കുക, വേദം കൊണ്ട് വിസ്തരിക്കുന്ന മൂർത്തി, വേദം കൊണ്ട് കർമ്മങ്ങളെ വിസ്തരിപ്പിച്ച് വലുതാക്കുന്ന ആകൃതിയോട് കൂടിയവനായ വേദസ്വരൂപനായ വേദവിധാനമൂർത്തി ബ്രഹ്മ വേദത്തെ അവധാര്യ ആത്മഗുണാനുവാദം, അവധാര്യ ധരിച്ചിട്ട് വേദത്തെ അറിഞ്ഞിട്ട് ആത്മഗുണാനുവാദം, തൻ്റെ ഗുണത്തെ അനുവദിക്കുന്നതായ വേദത്തെ അറിഞ്ഞിട്ട്, ആത്മഗുണാനുവാദം ബ്രഹ്മ അവധാര്യ, ഭഗവാന്റെ ഗുണങ്ങളെ തന്നെ വീണ്ടും വീണ്ടും അനുവദിച്ച് സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കുന്നതായ വേദത്തെ അവധാര്യ അറിഞ്ഞിട്ട്, വിനദ്യ ഭൂയ, വീണ്ടും ശബ്ദം ഉണ്ടാക്കി, ഭൂയ വീണ്ടും, വിനദ്യ ശബ്ദം ഉണ്ടാക്കിയിട്ട്, വിബുധോദയായാം, ദേവന്മാരുടെ ഉദയത്തിന് വേണ്ടിയിട്ടാണ്. ഗജേന്ദ്രലീലോ, ഒരു ആനയുടെ ലീലയെ അനുവദിച്ചുകൊണ്ട് ജലം ആവിവേശ, വെള്ളത്തിലേക്ക് പ്രവേശിച്ചു. ഒരാന വെള്ളത്തിലിറങ്ങിയാൽ എങ്ങനെയാണോ അതുപോലെ ഈ ഫൂകരമൂർത്തി വെള്ളത്തിലേക്ക് ഇറങ്ങി. വേദവിധാനമൂർത്തിയായ ആ സജ്ജനങ്ങൾക്ക് വേദത്തെ വിസ്തരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന സ്വഭാവത്തോടു കൂടിയവനായ ആ ഭഗവാൻ തൻ്റെ തന്നെ ഗുണത്തെക്കുറിച്ച് പാടിപ്പുകഴ്ത്തുന്ന ആണ് വേദം എന്ന് തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും ദേവന്മാരുടെ ഉദയത്തിന് വേണ്ടി ശബ്ദമുണ്ടാക്കിയിട്ട് ആന വെള്ളത്തിലിറങ്ങുന്നത് പോലെ വെള്ളത്തിലേക്ക് പ്രവേശിച്ചു. തേഷാം സതം വേദവിധാനമൂർത്തി ബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയാ ജഗജേന്ദ്രയിലോ ജലമാവിവേശാം. വേദവിധാനമൂർത്തി തേഷാം സതാം ആത്മഗുണാനുവാദം ബ്രഹ്മ അവതാര്യ ഭൂയ വിനദ്യ വിബുധോദയായ ഗജേന്ദ്രലീലഹാം ജലം ആവിവേശ. തേഷാം സതാം വേദവിധാനമൂർത്തി
ബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശാം തേഷാം ഫതാം വേദവിധാനമൂർത്തി ബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശാം പ്രക്ഷിപ്തവാലഖചരകഠോര ഫടാവിധുന്വൻ ഖരരോമശത്വക് പുരാഹതാഭ്രഫിതദംഷ്ട്ര ഈക്ഷാജ്യോതിർബഭാഫേ ഭഗവൻ മഹിദ്ര. നാരായണീയമായി വരുതന്നെ. ഉൽക്ഷിപ്തവാലധിരവങ്മുഖ ഘോരഘോണ. ആ വാക്ക് അതേപോലെ എടുത്തിട്ട് ശ്ലോകമാക്കിയാണ് നിങ്ങളുടെ മേൽപ്പത്തൂർ നാരായണീയത്തിൽ അവതരിപ്പിച്ചത്. ഉൽക്ഷിപ്തവാലഹ, വാൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഉൽക്ഷിപ്തം ഉയർത്തിയ, വാലഹ വാല് എന്നർത്ഥം. ഖചരഹ ആകാശ അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിക്കുന്നവനായിട്ട്. കഠോരഹ കഠിനശീലം ഉള്ളവനായിട്ട്. ഫടാഹ വിധിന്വൻ കേഫരങ്ങളെ ഒന്ന് ചലിപ്പിച്ചുകൊണ്ട്, ഫടകൾ ഇളക്കിക്കൊണ്ട്. ഖര രോമശത്വക് കഠിനമായ ഖരമായ രോമങ്ങൾ അധികരിച്ചിരിക്കുന്ന തൊലിയോടുകൂടിയവനായി. തൊലി മുഴുവൻ രോമം കൊണ്ട് നിറഞ്ഞവനാണ്. ഖര രോമശത്വക് ഖരമായ കടുപ്പമേറിയ രോമം കൊണ്ട് നിറഞ്ഞ ത്വക്കോട് കൂടിയവനായിട്ട്. ഖുരാഹതാഭ്ര ഖുരം കൊണ്ട്, കുളമ്പ് കൊണ്ട് ആഹതമാക്കിയ അഭ്രത്തോടു കൂടിയവൻ. കുളമ്പടികളുടെ ശബ്ദം കൊണ്ട് മേഘങ്ങളൊക്കെ പൊടിഞ്ഞു പോകുന്നുവോ എന്ന് തോന്നും. ഒരൊറ്റ തൊഴി കൊണ്ട് കുറച്ച് മേഘങ്ങൾ ചിതറി നാല് വഴിക്കേക്കും പോകും. ഖുരാഹതാഭ്ര ഹിതദംഷ്ട്ര വെളുത്ത ദംഷ്ട്രയോട് കൂടിയവനായിട്ട്. ഈക്ഷാജ്യോതിർബഭാഫേ ഭഗവൻ മഹീത്ര. ഈക്ഷാജ്യോതിർബഭാഫേ പ്രകാശിക്കുന്ന കണ്ണുകളോട് കൂടിയവനായിട്ട്. ഈക്ഷാജ്യോതിർബഭാഫേ ഭഗവാൻ മഹീധ്ര. മഹിയെ ഉദ്ധരിക്കാൻ വേണ്ടി, മഹിയെ ധരിക്കാൻ വേണ്ടി അവതരിച്ചവനായ ഭഗവാൻ അങ്ങനെ ബഭാഫേ ശോഭിച്ചു. വരാഹത്തിലൊരു നല്ല സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഒരു ശ്ലോകത്തിൽ. ഉൽക്ഷിപ്തവാലഖചരകഠോര ഫടാവിധുന്വൻ ഖരരോമശത്വക് പുരാഹതാഭ്രഫിതദംഷ്ട്ര ഈക്ഷാജ്യോതിർബഭാഫേ ഭഗവാൻ മഹീധ്രാം. വാൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ചാടി വരികയാണ്. ആ ചാട്ടത്തിൽ അന്തരീക്ഷത്തിൽ കൂടി, ആകാശത്തിൽ കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ്. അതിൻ്റെ വേഗത കഠോരമാണ്. ഇങ്ങനെ താഴേക്ക് ചാടി ഇറങ്ങി വരുമ്പോൾ ഫടകളൊക്കെ കുടഞ്ഞാണ് വരുന്നത്. ദേഹത്തെ രോമം മുഴുവൻ എഴിച്ചിങ്ങനെ നിൽപ്പുണ്ട്. കാലുകൊണ്ട് അന്തരീക്ഷത്തിലിട്ടിങ്ങനെ അടിക്കുന്നു. വെള്ളത്തിൽ കാലടിച്ച് നീന്തുന്നത് പോലെ അന്തരീക്ഷത്തിൽ കാലുകൾ അടിക്കുമ്പോൾ കാലിൻ്റെ അടിയൊച്ച കൊണ്ട് മേഘങ്ങൾ പൊടിഞ്ഞ് തകർന്നു പോകുന്ന പോലെ തോന്നുമാറ്. നല്ല വെളുത്ത തേറ്റയോട് ദംഷ്ട്രയോട് കൂടിയവനായിട്ട്. ഈക്ഷാജ്യോതിഹി പ്രകാശിക്കുന്ന കണ്ണ്. ജ്യോതിഹി പ്രകാശം, ഈക്ഷ കണ്ണ്. മഹിയെ ഉദ്ധരിക്കുന്നവനായ ഭഗവാൻ ബഭാഫെ അങ്ങനെ ശോഭിച്ചു. ഉൽക്ഷിപ്തവാലഖചരകഠോര ഫടാവിധുന്വൻ ഖരരോമശത്വക് പുരാഹതാഭ്രഫിതദംഷ്ട്ര ഈക്ഷാജ്യോതിർബഭാഫേ ഭഗവാൻ മഹീധ്രാം. ഉൽക്ഷിപ്തവാലഃ ഖചരഃ കഠോരം ഫടാഹ വിധുന്വൻ ഖരരോമശത്വക് പുരാഹതാഭ്ര ഫിതദംഷ്ട്ര ഈക്ഷാജ്യോതിഃ മഹീധ്രഃ ഭഗവാൻ
ബഭാസെ വിക്ഷിപ്തവാലഖചരക്കഠോരഫടാവിധുന്വൻഖരരോമസത്വരാഹതാഭ്ര ക്ഷിതദംഷ്ട്രൈക്ഷാജോതദ്ബഭാസേ ഭഗവൻ മഹീധ്രാം വിക്ഷിപ്തവാലഖചരക്കഠോരഫടാവിധുന്വൻഖരരോമസത്വരാഹതാഭ്രഫിതദംഷ്ട്രൈക്ഷാജോതദ്ബഭാസേ ഭഗവാൻ മഹീധ്രാം ഘ്രാണേന പൃഥ്വ്യാ പദവിം വിജിഘ്രൻ ക്രോഡാപദേശസ്വയമധ്വരാംഗ കരാളദംഷ്ട്രപ്യകരാളദൃഭ്യാം ഉദ്വീക്ഷ്യ വിപ്രൻ ഗണതോ വിശത്കം. ഘ്രാണേന പൃഥ്വിയ, പൃഥ്വിയുടെ ഘ്രാണം കൊണ്ട്, പൃഥ്വിയുടെ ഗന്ധത്താൽ, ഘ്രാണേന പൃഥ്വിയാ പദവിം വിജിഘ്രൻ, പദവി സ്ഥാനത്തെ വിജിഘ്രൻ മണത്തറിഞ്ഞിട്ട്, തന്റെ ഘ്രാണശക്തി കൊണ്ട് ഭൂമി എവിടെ ഇരിക്കുകയാണ് എന്ന് മണത്തറിഞ്ഞു. ഘ്രാണേന പൃഥ്വ്യാഹ പദവിം വിജിഘ്രൻ ക്രോഡാപദേശ സ്വയമധ്വരംഗ, പന്നി എന്ന വ്യാജേന, ക്രോഡ അപദേശ, ക്രോഡം പന്നി, അപദേശം വ്യാജം, സ്വയം അധ്വരംഗ തന്നെത്താൻ വേദമാകുന്ന അവയവത്തോടു കൂടിയവനായിട്ട്, അധ്വര അംഗൻ യജ്ഞമൂർത്തി എന്നർത്ഥം. തൻ്റെ ഓരോ അംഗങ്ങളും യജ്ഞത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് യജ്ഞമൂർത്തിയായി തീർന്ന ഭഗവാനെ അധ്വരംഗ എന്ന് വിളിച്ചാണ്. അധ്വരം യജ്ഞമാണ്, അംഗം അവയവമാണ്. അധ്വരംഗം യജ്ഞമാകുന്ന അവയവത്തോടു കൂടിയവനായിട്ട്, കരാളദംഷ്ട്രോപി അകരാളദൃഭ്യം, കരാളമായ ദംഷ്ട്രത്തോടു കൂടിയവനാണെങ്കിലും, കരാളം ഭയമുണ്ടാക്കുന്ന ഭയങ്കരമായ ദംഷ്ട്രത്തോടു കൂടിയവനാണെങ്കിലും, അകരാളദൃഭ്യം ഭയമുണ്ടാക്കാത്ത കണ്ണുകൊണ്ട്, ദൃഭ്യാം രണ്ട് കണ്ണുകൊണ്ട്, ഉദ്വീക്ഷ്യ വിപ്രാൻ ബ്രാഹ്മണരെ നോക്കിയിട്ട്, ഗൃണത സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണരെ നോക്കിയിട്ട്, കം അവിശത് വെള്ളത്തിലേക്ക് പ്രവേശിച്ചു. കം എന്ന് വെച്ചാൽ ജലം. കം അവിശത് വെള്ളത്തിലേക്ക് ആവേശിച്ചു, പ്രവേശിച്ചു. ഭൂമി എവിടെയാണ് ഇരിക്കുന്നതെന്ന് മണത്ത് തിരിച്ചറിഞ്ഞു. ഭൂമിയുടെ ഗന്ധം കൊണ്ട്. ഭൂമിയുടെ ലക്ഷണം പറയുമ്പോൾ ന്യായശാസ്ത്രം പറയും ഗന്ധവതി പൃഥ്വി, ഗന്ധവതിയാണ് പൃഥ്വി. അതുകൊണ്ട് പൃഥ്വിയെ തിരിച്ചറിയാൻ ഗന്ധം കൊണ്ടേ പറ്റുകയുള്ളൂ. അപ്പൊ തൻ്റെ മൂക്കുകൊണ്ട് ഭൂമി എവിടെയാണ്, പൃഥ്വിയാഹ പദവിം വിജിഘ്രൻ, ഭൂമിയുടെ പദവി സ്ഥാനം എവിടെയാണ് ഇരിക്കുന്നതെന്ന് മണത്തറിഞ്ഞിട്ട്, പന്നി എന്ന വ്യാജേന യജ്ഞസ്വരൂപനായ ഭഗവാൻ ഭയങ്കരമായ ദംഷ്ട്രത്തോടു കൂടിയവനാണെങ്കിലും ഭയങ്കരമല്ലാത്ത കണ്ണുകളോടെ സ്തുതിക്കുന്ന ബ്രാഹ്മണരെ അനുഗ്രഹിച്ചിട്ട് കം അവിശത് വെള്ളത്തിലേക്ക് ഊഴ്ന്നിറങ്ങിപ്പോയി. ഘ്രാണേന പൃഥ്വ്യാ പദവിം വിജിഘ്രൻ ക്രോഡാപദേശസ്വയമധ്വരംഗ കരാളദംഷ്ട്രോപ്യകരാളദൃഭ്യാം ഉദ്വീക്ഷ്യ വിപ്രൻ ഗൃണതോ വിശത് കം. ക്രോഡാപദേശഃ സ്വയം അധ്വരംഗഃ ഘ്രാണേന പൃഥ്വ്യാഹ പദവിം വിജിഘ്രൻ കരാളദംഷ്ട്രഃ അപി അകരാളദൃഭ്യാം ഗൃണതഃ വിപ്രാൻ ഉദ്വീക്ഷ്യ കം അവിശത്. ഘ്രാണേന പൃഥ്വ്യാ പദവിം വിജിഘ്രൻ ക്രോഡാപദേശസ്വയമധ്വരംഗ കരാളദംഷ്ട്രോപ്യകരാളദൃഭ്യാം ഉദ്വീക്ഷ്യ വിപ്രൻ ഗൃണതോ വിശത് കം. ഘ്രാണേന പൃഥ്വ്യാ പദവിം വിജിഘ്രൻ ക്രോഡാപദേശസ്വയമധ്വരംഗ
कराळदंष्ट्रोऽप्यकराळदर्भ्याम् उद्वीक्ष्य विप्रं गणतो विशत्कम् पवज्रकूडङ्गनिपातवेगविशीर्णकुक्षिं स्तनयन्नुदन्वान् उत्सृष्टदीर्घोर्मि भुजैः इव आर्तश्चुक्रोशयज्ञेश्वर पाहि मे सः അവൻ വജ്രകൂടംഗനിപാതവേഗ വിശീർണകുക്ഷി. വജ്രകൂടം വജ്രപർവതത്തിന് തുല്യമായ അംഗനിപാതവേഗ ശരീരം വീഴുന്ന ശക്തി കൊണ്ട് വിശീർണകുക്ഷി തകർന്നിരിക്കുന്ന അന്തർഭാഗത്തോട് കൂടിയവൻ. കുക്ഷിക്ക് വയറ് നിർത്തം, വയറ് അന്തർഭാഗമാണ്. അന്തർഭാഗത്തോട് കൂടിയ സഹ ഉദന്വാൻ ആ സമുദ്രം വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ വെള്ളത്തിലേക്ക് വന്നു വീണത് വജ്രകൂടം പോലെയുള്ള ഒരു ശരീരമാണ്. വജ്രപർവ്വതം പോലെയുള്ള ഒരു കടുപ്പമേറിയ ശരീരം വെള്ളത്തിലേക്ക് വന്ന് വീണപ്പോൾ സമുദ്രത്തിന്റെ കുക്ഷി, സമുദ്രത്തിന്റെ വയറ് ഒന്ന് തകർന്നുപോയി. സ്തനയൻ ഉദന്വാൻ, ഉദന്വാൻ സമുദ്രത്തെ അലറിക്കൊണ്ട്, സഹ ഉദന്വാൻ സ്തനയൻ സമുദ്രത്തെ ശബ്ദായമാനമാക്കിക്കൊണ്ട്, ഉത്സൃഷ്ട ദീർഘ ഓർമ്മഭുജൈഹി ഇവ ഉത്സൃഷ്ടമായ ഊർമിയാകുന്ന ഭുജങ്ങളെ, തിരമാലകളാകുന്ന കൈകളെ, നാനാവഴിക്കേക്കും ചിതറിപ്പോകുന്ന തിരമാലകളാകുന്ന കൈകളെ, ഉത്സൃഷ്ട ദീർഘോർമ്മിഭുജൈഹി ഇവ ആർത്തഃ ദുഃഖിതനെ എന്ന പോലെ ചുക്രോശ കോപിച്ചു. യജ്ഞേശ്വര പാഹി മാ ഇതി, ഹേ യജ്ഞേശ്വര എന്നെ രക്ഷിക്കൂ എന്ന് സമുദ്രം വിളിച്ചു പറയുന്നു എന്ന് തോന്നുമാറാണ് സമുദ്രത്തിലേക്ക് ഭഗവാൻ ചാടി ഇറങ്ങിയത്. ഇളകി പറഞ്ഞ സമുദ്രത്തിന്റെ ശബ്ദം കേട്ടാൽ തോന്നും ഹേ യജ്ഞേശ്വര എന്നെ രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് സമുദ്രം കരയുകയാണോ എന്ന് തോന്നുമാറ് വെള്ളത്തിലേക്ക്. വജ്രകൂടം പോലെയുള്ള ശരീരം, ഭൂകരത്തിന്റെ ശരീരം അതുപോലെ കടുപ്പ് വരുതായിരുന്നു. അത് വന്ന് വെള്ളത്തിന്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ആ വെള്ളത്തിന്റെ അന്തർഭാഗം, അടിഭാഗം, വയറ് മുഴുവനും വിശീർണങ്ങളായി, പൊടിഞ്ഞ തരിപ്പണമായി. ശബ്ദം കൊണ്ട് ഉദന്വാനെ വിശീർണകുക്ഷിയാക്കി മാറ്റി. ഉത്സൃഷ്ട ദീർഘോർമ്മഭുജൈഹി ഇവ ആർത്തഃ, ഉയർത്തുന്ന, നാനാവഴിയിലേക്ക് ഉയർന്ന് വ്യാപരിച്ചു പോകുന്ന ദീർഘമായ തിരമാലകൾ ആകുന്ന കൈകളെ കൊണ്ട് ആർത്തനെ പോലെ ചുക്രോശ, ദുഃഖിതനെ പോലെ ഉറക്ക വിളിച്ചു കഴിഞ്ഞു. യജ്ഞേശ്വര പാഹിമേ. ആരാണ് വിളിച്ചു കരുന്നത്? സമുദ്രം, ഉദന്വാൻ. ഉദന്വാൻ തൻ്റെ 10,000കണക്കിന് കൈകളാകുന്ന തിരമാലകളെ കൊണ്ട് ആർത്തനായി, ദുഃഖിതനായി. എന്നിട്ട് ചുക്രോശ, ആക്രോശിച്ചു. യജ്ഞേശ്വര മാം പാഹി, യജ്ഞേശ്വരായ ഭഗവാനെ എന്നെ ഉപദ്രവിക്കരുതേ, എന്നെ രക്ഷിക്കൂ എന്ന് സമുദ്രം വീണ്ടും വീണ്ടും യജ്ഞേശ്വരനായ ഭഗവാനെ വിളിച്ച് ഉറക്കെ കരഞ്ഞു പറഞ്ഞു. വജ്രകൂടംഗനിപാതവേഗം വിശീർണകുക്ഷിസ്തനയന്നുദന്വാൻ ഉത്സൃഷ്ടദീർഘോർമ്മിഭുജീരിവാർത്ത ചുക്രോശയജ്ഞേശ്വര പാഹി മേ ദേവി. വജ്രകൂടംഗനിപാതവേഗ വിശീർണകുക്ഷി ഉദന്വാൻ സ്തനയൻ
ഉത്സൃഷ്ട ദീർഘോർമ്മഭുജൈഃ ആർത്തഃ ഇവ യജ്ഞേശ്വര മാ പാഹീതി ചുക്രോശ. പവജ്രകൂടംഗനിപാതവേഗവിശീർണകുക്ഷിസ്തനയന്നുദന്വാൻ ഉത്സൃഷ്ടദീർഘോർമ്മഭുജൈരിവാർത്തശ്ചുക്രോശ യജ്ഞേശ്വര പാഹി മേതി. പവജ്രകൂടംഗ നിപാതവേഗവിശീർണകുക്ഷിസ്തനയന്നുദന്വാൻ ഉത്സൃഷ്ടദീർഘോർമ്മഭുജൈരിവാർത്തശ്ചുക്രോശ യജ്ഞേശ്വര പാഹി മേതി. ഖുരപ്രൈർദരയംസ്തദാപ ഉത്പാരപാരം ത്രിപരൂരസായം ദദർശകം തത്ര ഫുഷുപ്ഫുരഗ്രേ യാം ജീവധാനിം സ്വയമഭ്യധത്താം. ഖുരൈഹി ഖുരങ്ങളെ കൊണ്ട്, കുളമ്പുകൾ കൊണ്ട്, ക്ഷുരപ്രൈഹി മൂർച്ചയുള്ള, ക്ഷുരമായ മൂർച്ചയുള്ള നിശിതമായ, ക്ഷുരപ്രൈഹി ദരയൻ തത് ആപഹ ആ വെള്ളത്തെ പിളർന്നുകൊണ്ടേന്നത്. എങ്ങനെയാണ് വെള്ളത്തിലേക്ക് പ്രവേശിച്ചത് എന്നാണെങ്കിൽ തൻ്റെ കുളമ്പിലെ ബ്ലേഡ് പോലിരിക്കുന്ന നഖം കൊണ്ട് വെള്ളത്തെ പിളർന്ന് പിളർന്ന് താഴേക്ക് പോയി. ക്ഷുരപ്രൈഹി ദരയം തദാപ ദരയൻ തത് ആപഹ ദരയം തദാപഹ ആ വെള്ളത്തെ പിളർന്നുകൊണ്ട് ഉത്പാരപാരം പാരമില്ലാത്തതിനും പാരമുണ്ടാക്കത്തക്കവണ്ണം ഉത്പാരപാരം പാരത്തെ അതിക്രമിക്കുന്നതിനും പാരമുണ്ടാക്കത്തക്ക വിധത്തിൽ മറുകരയെ അതിക്രമിക്കുന്നതിനും മറുകര ഉണ്ടാകുന്ന വിധത്തിൽ ഉത്പാരപാരം തത് ആപഹ ദരയൻ ആ വെള്ളത്തെ പിളർന്നുകൊണ്ട് ത്രിപരൂരസായാം ഗാന്ധദർശ മൂന്ന് വിധത്തിലുള്ള യജ്ഞത്തോടു കൂടിയവൻ. പരു എന്നുള്ളതിന് യജ്ഞവിധാനം എന്നർത്ഥം. അപ്പൊ ത്രിപരു, പരൂന്ന് ദീർഘമാണ്, മലയാളത്തിലെ പരുവല്ല. ത്രിപരു മൂന്ന് സന്ധ്യകളിലും യജ്ഞം ചെയ്യുന്ന യജ്ഞമൂർത്തിയായ ഭഗവാൻ എന്നർത്ഥം. അപ്പൊ ത്രിപരു ക്ഷുരപ്രൈഹി ഖുരൈഹി ഉത്പാരപാരം തദാപഹ ദരയൻ. യജ്ഞവരാഹമൂർത്തിയായ ഭഗവാൻ മൂന്ന് സന്ധ്യകളിലും നിരന്തരമായി യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ മൂർച്ചയുള്ള തൻ്റെ കാൽനഖം കൊണ്ട് മറുകര കാണാനാവാത്ത കടലിൻ്റെ മറുകരയിലേക്ക് തൻ്റെ കാലുകൊണ്ട് എത്തി രസായാം പാതാളത്തിൽ ഗാം ദദർശ ഭൂമിയെ കണ്ടു. ഗാം ഭൂമിയെ ദദർശ കണ്ടു. തത്ര സുഷുപ്സുഹു അഗ്രി അതിൽ ശയിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ട്, സുഷുപ്തുഹു അതിൽ സുഷുപ്തി അനുഭവിക്കുന്നവൻ, അതിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ട് അഗ്രേ മുമ്പിൽ യാം ജീവധാന്യം സ്വയം അഭ്യധത്ത യാതൊന്നിനെയാണോ സ്വയം അഭ്യധത്ത ആഭിമുഖ്യേ ധരിച്ചു. ജീവാധാരമായിരിക്കുന്ന ആ ഭൂമിയെ താൻ തന്നെത്താൻ പൊക്കിയെടുത്തു, തന്നെത്താൻ ധരിച്ചു എന്നർത്ഥം.
ആദ്യം അതിൽ ഒന്ന് കിടന്നുറങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും ജീവധാരങ്ങളെയൊക്കെ ധരിച്ചിരിക്കുന്ന അത് അതിനെ താൻ സ്വയമേവ ധരിച്ചു, ഭൂമിയെ. കാരണം ഭഗവാന്റെ പ്രിയ പത്നിയാണ് ഭൂമി. അതുകൊണ്ട് ജീവജാലങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി സകല സൃഷ്ടികളും നടത്തുന്ന ഭഗവാന്റെ പ്രിയപ്പെട്ട പത്നിയാണ് ഭൂമി എന്നിവിടെ സൂചിപ്പിക്കുക. യജ്ഞവരാഹമൂർത്തിയായ ഭഗവാൻ കരയിലല്ലാതെ ജലത്തിലും നിറഞ്ഞിരിക്കുന്ന, കര കാണാൻ പറ്റുന്ന വിധം തൻ്റെ മൂർച്ചയുള്ള കൊളുമ്പുകളെ കൊണ്ട് ആ സമുദ്രത്തെ അടിച്ചുടച്ച് അകത്ത് പ്രവേശിച്ചപ്പോൾ ആ പാതാളത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന ഭൂമിയെ കണ്ടു. ഈ ഭൂമി എല്ലാ ജീവരാശികളുടെ നിവാസ സ്ഥാനമാണ്. പക്ഷെ പ്രളയജലത്തിൽ ഭഗവാൻ യോഗനിദ്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ അന്തർഭാഗത്തിൽ സൂക്ഷ്മമായിട്ട് ഭഗവാൻ സ്ഫുരിച്ചിട്ടുണ്ടായത്. അവിടെയാണ് ഫുഷുപ്ഫുഹു അഗ്രേ. ഭഗവാൻ ഇതിൽ കിടക്കാൻ ആഗ്രഹിച്ചു. യോഗനിദ്ര കൊണ്ട് പാൽക്കടലിൽ ഭഗവാൻ കിടക്കുമ്പോൾ യാതൊരു ജീവജാലങ്ങളെ മുഴുവനും തൻ്റെ ഉള്ളിൽ ധരിച്ചുകൊണ്ടാണ് ഭഗവാൻ കിടക്കുന്നത്. പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളെയും സൂക്ഷ്മാംശമായി തൻ്റെ ഉള്ളിൽ ധരിച്ചുകൊണ്ട് ഭഗവാൻ, അതിൽ കിടക്കാൻ ആഗ്രഹിച്ച ഭഗവാൻ, യോഗനിദ്രയിൽ പള്ളികൊള്ളാൻ ആഗ്രഹിച്ച ഭഗവാൻ ആ സമുദ്രത്തെ സ്വയം ധരിച്ചു, സ്വയം പൊക്കിയെടുത്തു. ഖുരേക്ഷുരപ്രേർദരയം തദാപ ഉത്പാരപാരം ത്രിപരൂരഫായം ദദർശകം തത്ര ഫുഷുഫുരഗ്രേ യാം ജീവധാനിം സ്വയമഭ്യധത്താം. ത്രിപരുഹു ക്ഷുരഭ്രൈഃ ഉത്പാരപാരം തത് ആപഃ ദരയൻ രഫായാം ഗാം ദദർശ അഗ്രേ തത്ര ഫുഷുഫുഹു ജീവധാനീം യാം സ്വയം അഭ്യധത്ത. ക്ഷുരേക്ഷുരപ്രേർദരയം തദാവാം ഉത്പാരപാരം ത്രിപരൂരഫായം ദദർശകം തത്ര ഫുഷുഫുരഗ്രേ യാം ജീവധാനിം സ്വയമഭ്യധത്താം. ഖുരേക്ഷുരപ്രേർദരയം തദാപ ഉത്പാരപാരം ത്രിപരൂരഫായം ദദർശകം തത്ര ഫുഷുഫുരഗ്രേ യാം ജീവധാനിം സ്വയമഭ്യധത്താം. ഖുരേക്ഷുരപ്രേർദരയം തദാപ ഉത്പാരപാരം ത്രിപരൂരഫായം ദദർശകം തത്ര ഫുഷുഫുരഗ്രേ യാം ജീവധാനിം സ്വയമഭ്യധത്താം. സ്വദംഷ്ട്രയോദ്ധൃത്യ മഹിന്യമഗ്നാം ഉത്ഥിതർപ്പം രുരുചേരഫായം തത്ര ആദിദൈത്യം ഗതയാ അപതന്തം സുനാഭസന്ദീപിതീവ്രമന്യു ജഘാനരുന്ധാനമഫഹ്യ വിക്രമം ഫലീലയേഭം മൃഗരാടിവാംഭവി തദ്രക്തപങ്കങ്കിതതുണ്ടതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ. സ്വദംഷ്ട്രയ നിമഗ്ന മഹീം ഉദ്ധൃത്യ, സ്വന്തം ദംഷ്ട്ര കൊണ്ട്, തേറ്റ കൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിയെ പൊക്കിയെടുത്തിട്ട്, ഉദ്ധൃത്യ ഉയർത്തിയെടുത്തിട്ട്, സഹ അവൻ, ഉത്ഥിത ഉയർന്നു വന്നവനായിട്ട്, ഫം രുരുചേ രഫായഃ ഫം രുരുചേ നന്നായി ശോഭിച്ചു, രഫായഃ പാതാളത്തിൽ നിന്നും സ്വന്തം ദംഷ്ട്രയിൽ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവന്ന്
ഉദ്ധിതനായ ആ ഭഗവാൻ തൻ്റെ തേറ്റയിൽ ഭൂമിയുമായിട്ട് മുകളിലേക്ക് വന്ന് ഫംരുചേ ശോഭിച്ചു, നന്നായി തിളങ്ങി. തത്ര അപ്പോൾ അവിടെ ആദിദൈത്യം, ദൈത്യന്മാരിൽ ആദ്യമുണ്ടായവൻ ഹിരണ്യാക്ഷൻ. രണ്ടുപേരാണ്, ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു. അതിലെ ആദ്യത്തെ ആള് ഹിരണ്യാക്ഷൻ. തത്ര ആദിദൈത്യം ഗദയാ ആപതന്തം, ഗദയോടുകൂടി തൻ്റെ നേരെ ചാടി വരുന്നവനായ അവനെ പുനാഭ സന്ദീപിതതി പ്രമഞ്ഞു, സുദർശനം കൊണ്ട് ഉദ്ദീപിപ്പിക്കുന്ന തീവ്രമായ മഞ്ഞോടുകൂടിയവനായ ഭഗവാൻ സുദർശനം കൊണ്ട് ജഖാന കൊന്നുകളഞ്ഞു. രുന്ധാനം അഫക്ഷ്യ വിക്രമം, തടയാനാവാത്ത വിക്രമത്തോടു കൂടിയ അവനെ സുദർശനക്രം കൊണ്ട് കൊന്നുകളഞ്ഞു. ഫലീലയേഭം മൃഗരാടിവാം ഭഫി, വെള്ളത്തിൽ വെച്ച് തന്നെയാണിത്. ഫലീലയാ, കളിയോടുകൂടി, ലീലയോടുകൂടി, ഇഭം ആനയെ, മൃഗരാട് ഇവ സിംഹം എന്ന പോലെ, ആ വെള്ളത്തിൽ വെച്ച് തന്നെ ആനയെ സിംഹം എന്ന പോലെ അഫക്ഷ്യ വിക്രമത്തോടെ വരുന്ന അതിനെ, ആ അസുരനെ ജഖാന കൊന്നുകളഞ്ഞു. തദ്രക്തപങ്ക അങ്കിത ഗണ്ഡതുണ്ടോ, ആ രക്തപങ്കം അങ്കനം ചെയ്ത കഴുത്ത്, ചുണ്ട് ഇവയോട് കൂടിയ തദ്രക്ത പങ്ക അങ്കിതഗണ്ഡതുണ്ട, ആ രക്തത്തിൻ്റെ പങ്കം, പങ്കം ചെളി പിടിച്ചവരുടെ രക്തം കൊണ്ട് അങ്കിതമായ, അടയാളപ്പെടുത്തിയ ഗണ്ഡവും തുണ്ടവും, ഗണ്ഡം കവിള്, തുണ്ടം ചുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ ചുണ്ടിന്റെ സ്ഥാനത്ത് ഉള്ളത് തേറ്റയാണ്. യഥാ ഗജേന്ദ്രോ ജഗതിയും വിഭിന്നൻ, എപ്രകാരമാണോ ആന ഭൂമിയെ പിളർക്കുന്നത് അതുപോലെ ഗജശ്രേഷ്ഠനെ പോലെ, ഭൂമി പിളർക്കുന്ന ആനയെപ്പോലെ മേൽപോട്ട് ഉയർന്നു വന്നു. ഉദ്ധിത, മുകളിലേക്ക് ഉയർന്നു വന്നു. ജഖാന രുന്ധാനമഫ്യ വിക്രമം, അഫക്ഷ്യമായ വിക്രമം കൊണ്ട് തടയുന്നവനായ അവനെ, ആനയെ സിംഹം എന്ന പോലെ കൊന്നുകളഞ്ഞു. ആ രക്തത്തിൻ്റെ പങ്കമങ്കനം ചെയ്ത ഗണ്ഡതുണ്ടത്തോടു കൂടിയ ആ ഗജേന്ദ്രൻ ഭൂമിയെ മുഴുവനും വിറപ്പിച്ചുകൊണ്ട് ഒരു തമാശയായി, ലീലയായി അവനെ കൊന്നുകളഞ്ഞു. സ്വദംഷ്ട്രയോദ്ധൃത്യ മഹിനിമഗ്നാം കൗത്ഥിതഫം രുചേ രഫായാഹ, തത്ര ആദിദൈത്യം ഗദയാ അപതന്തം പുനാഭസന്ദീപിത തീവ്രമന്യു. ജഖാനരുന്ധാനമഫക്ഷ്യ വിക്രമം ഫലീലയേഭം മൃഗരാടിവാംഭഫി, തദ്രക്തപങ്കങ്കിതഗണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ. നിമഗ്ന മഹീം രഫായാഹ സ്വദംശയ ഉദ്ധൃത്യ ഉദ്ധിതഃ സഹ ഫം രുചേ. തത്ര അഫക്ഷ്യ വിക്രമഃ രുന്ധാനം ഗദയാ ആപതന്തം ആദിദൈത്യം സുനാഭസന്ദീപിതതീവ്രമന്യുഃ അംഭഫി മൃഗരാട് ഇഭം ഇവ ഫലീലയ ജഖാന തദ്രക്തപങ്ക അങ്കിതഗണ്ഡതുണ്ടഃ ജഗതീം വിഭിന്ദൻ ഗജേന്ദ്രഃ ഇവ ഉദ്ധിതഃ. സ്വദംഷ്ട്രയോദ്ധൃത്യ നിമഗ്നാം കൗത്ഥിതഫം രുചേരഫായാം, തത്ര ആദിദൈത്യം ഗദയാ അപതന്തം സുനാഭസന്ദീപിതതീവ്രമന്യു. ജഖാനരുന്ധാനമഫക്ഷ്യ വിക്രമം
ഫലീലയേഭം മൃഗരാടിവാംഭവി തദ്രക്തപങ്കങ്കിതകണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ ഫൗദംഷ്ട്രയോദ്ധൃത്യമഹിർനിമഗ്നാം പൗത്ഥിതഫമിരുചേഫായാം തത്താദിദൈത്യം ഗതയാ പതന്തം പുനാഭവന്തീപി തതിഭ്രമന്യു ജഘാനരുന്ധാനമഫഹ്യവിക്രമം ഫലീലയേഭം മൃഗരാടിവാംഭവി തദ്രക്തപങ്കങ്കിതകണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ സ്വദംഷ്ട്രയോദ്ധൃത്യമഹിം നിമഗ്നാം ഫൗത്ഥിതഃ ഫംരുചേരഫായാം തത്താദിദൈത്യം ഗതയാ പതന്തം പുനാഭവന്തീപി തതിഭ്രമന്യു ജഘാനരുന്ധാനമപഹ്യവിക്രമം ഫലീലയേഭം മൃഗരാടിവാംഭവി തദ്രക്തപങ്കങ്കിതകണ്ഡതുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതിം വിഭിന്ദൻ. തമാലനീലം ഫിതദന്തകോട്യാം ക്ഷാമുക്ഷിപന്തം ഗജലീലയംഗ പ്രജ്ഞായ വ്യത്ഥാഞ്ജലയോനുവാകൈ വിരിഞ്ജിമുഖ്യ ഉപതസ്ഥുരീശം. തമാലനീലം, തമാലമരത്തിന്റെ ഇര പോലെ കടും പച്ചവർണ്ണത്തോടു കൂടിയവനായിട്ട്, ഫിതദന്തകോട്യ, വെളുത്ത ദന്തം, ദംഷ്ട്രയാണ് കൊമ്പ്, പല്ല് എന്നൊക്കെ പറയാം. കോമ്പെല്ലാണല്ലോ ദംഷ്ട്രയായിട്ട് വരുന്നത്. ഫിതദന്തകോടി അഗ്രം ക്ഷ്മാം ഉൽക്ഷിപന്തം, ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഗജലീലയ, ഹേ അംഗ സംബോധനയാണ്. ഗജലീലയ, ആനയുടെ കളി പോലെയാണ് ഭൂമിയെ വെള്ളത്തിനുയർത്ത് മുകളിലേക്ക് കൊണ്ടുവരിക. പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാകൈ, അഞ്ജലി ചെയ്തിട്ട് അനുവാകങ്ങളെ കൊണ്ട്, സ്തുതികളെ കൊണ്ട്, വിരിഞ്ചമുഖ്യാഹ, ബ്രഹ്മമുഖ്യന്മാരായ ദേവന്മാർ, ഈശം ഉപതഫ്തുഹു, ഈശനെ സ്തുതിച്ചു. ഉപതഫ്തുഹു എന്നുള്ളതിന് സ്തുതി എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് എത്താം. തമാലനീലം ഫിതദന്തകോട്യാം ക്ഷ്മാമുക്ഷിപന്തം ഗജലീലയംഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാകേ വിരിഞ്ചിമുഖ്യ ഉപതസ്ഥുരീശം. ഹേ അംഗ, ഗജലീലയ, ഫിതദന്തകോട്യാം ക്ഷ്മാം തമാലനീലം ഈശം പ്രജ്ഞായ വിരിഞ്ചിമുഖ്യാഃ ബദ്ധാഞ്ജലേഃ അനുവാകൈഃ ഉപതസ്ഥു. തമാലനീലം ഫിതദന്തകോട്യാം ക്ഷ്മാമുൽക്ഷിപന്തം ഗജലീലയംഗാം പ്രജ്ഞായ ബദ്ധാഞ്ജലയോനുവാകേ വിരിഞ്ചിമുഖ്യാഃ ഉപതസ്ഥുരീശം. തമാലനീലം ഫിതദന്തകോട്യാം ക്ഷ്മാമുൽക്ഷിപന്തം ഗജലീലയംഗ പ്രജ്ഞായ വ്യത്ഥഞ്ജലയോനുവാകേ വിരിഞ്ചിമുഖ്യാം ഉപതസ്ഥുരീശം. ഋഷയ ഊചുഹു. ഇനിയും അങ്ങോട്ട് ബ്രഹ്മമുഖ്യന്മാരായ ദേവന്മാരെ ഭഗവാനെ സ്തുതിച്ചു എന്ന് പറഞ്ഞതിൻ്റെ സ്തുതി വിസ്തരിക്കലാണ്. ഈ സ്തുതി യജ്ഞസ്വരൂപനായ ഭഗവാനെയാണ് സ്തുതിക്കുന്നത്, അല്ലാതെ വേറെ ആകൃതികളിൽ കാണപ്പെടുന്ന ഒരു ഭഗവാനെയല്ല. വേദം സമം ഭഗവാൻ. അതുകൊണ്ട് വേദത്തെ കൂടി തൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് യോഗനിദ്ര ചെയ്തത്. അങ്ങനെയുള്ള ഭഗവാൻ ഇപ്പോൾ പാൽക്കടലിൽ പള്ളികൊള്ളുന്നവനായ ആ ഭഗവാൻ ഇപ്പോൾ ഒരു ഭൂകരത്തിന്റെ വേഷത്തിൽ ഭൂമിയിലെ ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് വരുന്ന കണ്ടപ്പോൾ
ബ്രഹ്മമുഖ്യനായ എല്ലാ ദേവതകളും ഭഗവാനെ സ്തുതിച്ചു. തമാലനീലം ഫിതദന്തകോട്ട്യാം ക്ഷ്മാമുക്ഷിപന്തം ഗജലീലയംഗ പ്രജ്ഞായ ബദ്ധാഞ്ജലയോ അനുവാകേർ വിരിഞ്ചി മുഖ്യാഹ ഉപതസ്ഫുരീശം. ഋഷയൗചുഃ, ഋഷിമാർ പറഞ്ഞു, ജിതം ജിതം തേ ജിതയജ്ഞഭാവനത്രയീ തനും സ്വാം പരിധുന്വതേ നമഃ. യദ്രോമകർത്തേഷു നിലില്യുധരാഃ തസ്മൈ നമഃ കാരണസൂകരായതേ. ജിതം ജിതം ജയിക്കപ്പെട്ടിരിക്കുന്നു. തേ അങ്ങയുടെ അജിത സംബോധനയാണ്. യജ്ഞഭാവന, യജ്ഞം കൊണ്ട് ഭാവന ചെയ്യാൻ പറ്റുന്നവനാണ്. എത്രയും തനും വേദമാകുന്ന ശരീരത്തെ സ്വാം പരിധുന്വതേ നമ. സ്വാം സ്വന്തം തനുവിനെ പരിധുന്വതേ വീശിക്കൊണ്ടിരിക്കുന്ന, ഇളക്കിക്കൊണ്ടിരിക്കുന്ന യജ്ഞഭാവനായ അങ്ങയ്ക്ക് നമസ്കാരം. ഋഷിമാര് പറഞ്ഞു, ഞങ്ങളിപ്പോൾ വിജയശ്രീലാളിതരായിരിക്കുന്നു, ഞങ്ങളിപ്പോൾ ജയിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? 3 വേദങ്ങളുടെ സ്വരൂപത്തോടു കൂടിയവനായ അങ്ങ് ഇപ്പോൾ സ്വാം തനും, വേദങ്ങളുടെ ദേഹമായ സ്വന്തം ശരീരത്തെ പരിധുന്വത്തെ 4 ദിക്കിലും ചലിപ്പിക്കുന്ന അങ്ങയ്ക്ക് നമഃ. തേ നമ, അങ്ങയ്ക്ക് നമസ്കാരം. യദ്രോമകർത്തേഷു നിലില്യുഹു അധ്വരാഹ. യാതൊരു ഭഗവാന്റെ രോമഗർത്തങ്ങളിൽ, രോമമുണ്ടാകുന്ന കുഴികളിൽ നിലില്യുഹു നിലയം ചെയ്തിരിക്കുന്നു, ലയിച്ചിരിക്കുന്നു. അധ്വരാഹ യജ്ഞങ്ങൾ. തസ്മൈ നമ കാരണസൂകരായതേ. അങ്ങനെ കാരണസൂകരനായ അങ്ങേക്ക് ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് യജ്ഞവരാഹമൂർത്തിയെ സ്തുതിക്കുന്ന സ്തുതിയാണ്. ഏതാണ്ട് ഈ അധ്യായം അവസാനം വരെയും സ്തുതി കൊണ്ടാണ് ഇത് പൂർണ്ണമാകുന്നത്. ജിതം ജിതം തേ ജിതയജ്ഞഭാവന ത്രയീം തനും സ്വാം പരിധുന്വതേ നമാം. യദ്രോമകർത്തേഷു നിലില്യുരധ്വരാഃ തസ്മൈ നമഃ കാരണസൂകരായതേ. അജിത യജ്ഞഭാവന തേ ജിതം ജിതം സ്വാം ത്രയീം തനും പരിധുന്വതേ തേ നമഃ. അധ്വരാഃ യദ്രോമകർത്തേഷു നിലില്യുഹു കാരണസൂകരായ തസ്മൈ നമഃ. ജിതം ജിതം തേ ജിതയജ്ഞഭാവന ത്രയീം തനും സ്വാം പരിധുന്വതേ നമഃ. യദ്രോമകർത്തേഷു നിലില്യുരധ്വരാഃ തസ്മൈ നമഃ കാരണസൂകരായതേ. ജിതം ജിതം തേ ജിതയജ്ഞഭാവന ത്രയീം തനും സ്വാം പരിധുന്വതേ നമഃ. യദ്രോമകർത്തേഷു നിലില്യുരധ്വരാഃ തസ്മൈ നമഃ കാരണസൂകരായതേ. രൂപം തവൈതന്നനു ദൃഷ്ടരത്മനാം ദുർദർശനം ദേവയദധ്വരാത്മകം ഛന്ദാംസി യസ്തുതിബർഹി രോമസ്വാജ്യം ദശിത്വംഘ്രിഷു ചാതുർഗോത്രം. രൂപം തവ ഏതത് ദുഷ്കൃതാത്മനാം ദുർദർശം നനു. അങ്ങയുടെ ഈ ശരീരം, ഈ രൂപം ദുഷ്കൃതാത്മാക്കൾക്ക് കാണാൻ വിഷമമുള്ളത് തന്നെയാണ്. ഹേ ദേവ, ഇത് അധ്വരാത്മകം, യജ്ഞാത്മകമായ ഈ സൂകര സ്വരൂപത്തെ ദുഷ്കൃതികൾക്ക് കാണാൻ പറ്റില്ല, അവർക്ക് ദുർദർശനമാണ്. ഛന്ദാംസി യഫ്യത്വചി, ഛന്ദസ്സുകൾ, വേദമന്ത്രങ്ങൾ ആരുടെ ത്വക്കിലാണോ സ്ഥിതി ചെയ്യുന്നത്. രോമസ്വാജ്യം, രോമങ്ങൾ ആജ്യങ്ങളാണ്, നെയ്യാണ്. ദശിത്വംഘ്രിഷു ചാതുർഹോത്രം,
രണ്ട് കണ്ണിലും തു അംഘ്രിഷു കാലുകളിലും ചാതുർഹോത്രം ഹോതാക്കളായ 4 പേര് കാലുകളിൽ സ്ഥിതി ചെയ്യുന്നു. വേദവും യജ്ഞമാണ് ഭഗവാന്റെ സ്വരൂപമെന്ന് വേദവും ധരിച്ചു. അതുകൊണ്ട് അവിടെ മഹർഷിമാർ ചെയ്യുന്ന സ്തുതി വേദസ്വരൂപനായ ഭഗവാനെയാണ്. വേദങ്ങളും യജ്ഞങ്ങളും തന്നെ ഭഗവാന്റെ അവയവങ്ങളാണ്. വേദങ്ങൾ, വേദാംഗങ്ങൾ, ഉപവേദങ്ങൾ ഇതൊക്കെ ഭഗവാന്റെ അവയവങ്ങളാണ്. അങ്ങനെയുള്ള അവയവങ്ങളെ തൻ്റെ ശരീരത്തിൽ സമ്പൂർണമായിട്ടും ഉൾക്കൊണ്ടവനാണ് അങ്ങ്. യാതൊരുവന്റെ ത്വക്കിലാണ് ഛന്ദസ്സുകൾ, രോമങ്ങളിൽ ബർഹി കുശ ഛന്ദാംഫിയഫ്യത്വജിബർഹിരോമ പു ആജ്യം ദൃശി, നല്ല ആജ്യം നെയ്യ് അത് കണ്ണിലാണ്. തു അംഘ്രിഷു ചാതുർഹോത്രം, അംഘ്രികളിൽ 4 കാലുകളിൽ 4 ചാതുർഹോത്രങ്ങളും ചാതുർമാസ്യങ്ങളായ 4 ഹോമങ്ങളും അതിൽ പങ്കെടുക്കുന്ന 4 ഋത്തുക്കൾ. വേദവും യജ്ഞമാണ്. ഭഗവത് സ്വരൂപവും ഈ വേദമയമായ യജ്ഞം തന്നെയാണ്. അതുകൊണ്ട് ഇനിയുള്ള സ്തുതി മുഴുവനും യജ്ഞസ്വരൂപനായ ഭഗവാനെ കുറിച്ചുള്ള സ്തുതിയാണ്. എങ്ങനെയാണ് വേദം, യജ്ഞങ്ങൾ ഭഗവാന്റെ അവയവമായി തീരുന്നത് എന്ന് 3-4 ശ്ലോകം കൊണ്ട് സ്പഷ്ടമാക്കി കാണിക്കാം. ഇത് ഭഗവാന്റെ ആശ്ചര്യകരമായ ലീലയുടെ ഒരു പ്രകടനമാണ്. ഏതൊക്കെ തരത്തിൽ തനിക്ക് ഭൂമിയിൽ അവതരിക്കാം. ഇത് പാപികൾക്ക് കാണാൻ പറ്റില്ല. അന്ധകരണത്തിലുള്ള കാമാദികളൊക്കെ കളഞ്ഞ് സംശുദ്ധമായവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റൂ. അതുകൊണ്ട് ഈ ദിവ്യ ദർശനം ബാധിച്ച ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങയുടെ ത്വക്കിൽ ഗായത്രിയാദികളായ ഛന്ദസ്സുകളാണ്, രോമങ്ങളിൽ ദർഭകളാണ്, നേത്രത്തിൽ ഹോമത്തിന് വേണ്ടി വെച്ച നെയ്യാണ്, 4 കാലിൽ 4 ഹോതാക്കളും സ്ഥിതി ചെയ്യും. ഇങ്ങനെ ഒരു യജ്ഞസ്വരൂപത്തിന്റെ ബാഹ്യമായ ഒരു അവതരണമാണ് ഇപ്പോഴേ കാണിച്ചത്. ഛന്ദസ് എന്ന് വെച്ചാൽ വൃത്തങ്ങളാണ്, ഛന്ദസ്സുകളാണ്. മന്ത്രം ചൊല്ലുമ്പോൾ ഋഷിച്ഛന്തോ ദേവതയോടുകൂടിയാണ്. അപ്പൊ അങ്ങയുടെ ത്വക്കിലെ ഛന്ദസ്സുകളാണ്, ഗായത്രിയാദികളായ ഛന്ദസ്സാണ്. അതേപോലെ രോമങ്ങൾ ദർഭകളുമാണ്, ദർഭ പോലെ കൂർത്ത രോമങ്ങൾ. നേത്രത്തിൽ ആഹവനം ചെയ്യാൻ വേണ്ടതായ നെയ്യാണ്. 4 കാലുകൾ, 4 ഹോതാക്കൾ. ഇങ്ങനെ അങ്ങ് യജ്ഞസ്വരൂപനായി യജ്ഞത്തെ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ആ സ്വരൂപത്തെ ഒന്ന് വർണ്ണിച്ച. രൂപം തവൈതന്ന ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയതധ്വരാത്മകം ഛന്ദാംഫിയഫ്യത്വജിബർഹിരോമ സ്വാജ്യം ദിശിത്വംഘ്രിഷു ചാതുർഹോത്രം തവ അധ്വരാത്മകം ഏതത് രൂപം ദുഷ്കൃതാത്മനാം ദുർദർശനം യഫ്യത്വജി ഛന്ദാംഫി രോമസു ബർഹിഃ ദൃശി ആജ്യം അംഘ്രിഷു ചാതുർഹോത്രം രൂപം തവൈതന്ന ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയതധ്വരാത്മകം ഛന്ദാംഫിയഫ്യത്വജിബർഹിരോമ സ്വാജ്യം ദൃശിത്വംഘ്രിഷു ചാതുർഹോത്രം രൂപം തവൈതന്ന ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയതധ്വരാത്മകം ഛന്ദാംഫിയഫ്യത്വജിബർഹിരോമ സ്വാജ്യം ദൃശിത്വംഘ്രിഷു ചാതുർഹോത്രം
രൂപം തവൈതന്നനു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവയതധ്വരാത്മകം ഛന്ദാംഭ്യേഷ്യത്തു ജിബർഹിരോമ വാജ്യം ദൃഷിത്വംഘ്രിഷു ചാതുർഹോത്രം. ഇനി അങ്ങോട്ട് യജ്ഞസ്വരൂപനായ ഭഗവാന്റെ ഓരോരോ അംഗങ്ങൾ യജ്ഞത്തിന്റെ ഓരോ അംഗങ്ങളാണെന്ന് യുക്തിസഹമായി സ്ഥാപിച്ച് ഒരു നീണ്ട സ്തുതിയാണ്. നമ്മുടെ സമയം ഏതാണ്ടായി. നമുക്ക് ബാക്കി അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. ഉപസംഹരിച്ചതിന് ശേഷം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.